Next, we will be dealing with the July 2017 question paper. So, the first question is, derive the expression for the force exerted by the jet of water on a series moving flat plate placed on the periphery of a wheel. Also find the maximum efficiency. നമ്മൾ ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. ഡെറിവേഷൻ പഠിച്ചത് നമ്മൾ ഡെറിവേഷൻ എഴുതി ചെയ്തതാണ് ഇതിൻ്റെയൊക്കെ. അപ്പോൾ ഇതിനകത്ത് ഫ്ലാറ്റ് പ്ലേറ്റ്സ് പ്ലേസ്ഡ് ഓൺ ദ പെരിഫറി ഓഫ് ദ വീലാണ്. വീലിൻ്റെ പെരിഫറിയിൽ ഫ്ലാറ്റ് പ്ലേറ്റ്സ് വെച്ചിട്ട് അതിനകത്ത് നമുക്ക് മാക്സിമം എഫിഷ്യൻസിയുടെ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേപോലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മളത് സിംഗിൾ ഫ്ലാറ്റ് പ്ലേറ്റ് ആയിരുന്നു. ഇത് സീരീസ് ഓഫ് ഫ്ലാറ്റ് പ്ലേറ്റ് ആണ്. അതാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ആ കഴിഞ്ഞ ഡെറിവേഷനകത്തു നിന്ന് വരുന്ന വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പറയുന്ന റോ എ ബി ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ടറിൻ്റെ ജെറ്റ് വെലോസിറ്റി. കാരണം വാട്ടർ എപ്പോഴും ജെറ്റ് ഓഫ് വാട്ടർ എപ്പോഴും പിൻ ചെയ്യുന്ന ഈ ഒരു പൊസിഷനിലായിരിക്കും. അപ്പോൾ ഈ ഒരു പ്ലേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പ്ലേറ്റ് ഓട്ടോമാറ്റിക്കലി വന്ന് ആ പൊസിഷനിൽ റീപ്ലേസ് ചെയ്യും. അപ്പോൾ നമ്മൾ വി മൈനസ് യു എടുക്കേണ്ട ആവശ്യമില്ല. ഡിസ്ചാർജ് എടുക്കുമ്പോൾ വി മൈനസ് യു എടുക്കേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റെഡ് വിൽ ബി ടേക്കിംഗ് വി എലോൺ. വി വോണ്ട് ബി ടേക്കിംഗ് റിലേറ്റീവ് വെലോസിറ്റി ഫോർ ദ ഡിസ്ചാർജ്. കാരണം ഡിസ്ചാർജ് എപ്പോഴും സെയിം ആണ്, ഒരു കോൺസ്റ്റൻറ്റ് പൊസിഷനിൽ തന്നെയാണ് വന്ന് ഹിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്ലേറ്റ് ഇങ്ങനെ മാറി പോകുന്നതേ ഉള്ളൂ, ആ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ചാർജ് വിൽ ബി സെയിം. സോ വി വിൽ നോട്ട് ബി ടേക്കിംഗ് റിലേറ്റീവ് വെലോസിറ്റി, വിൽ ബി ടേക്കിംഗ് ഓൺലി the jet velocity, that is V. So mass of liquid per second is rho AB. നേരത്തെ നമ്മൾ മാസ് ഓഫ് ലിക്വിഡ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് റോ എ ബി മൈനസ് യു ആയിരുന്നു. ഇവിടെ വരുന്നത് റോ എ ബി. ആ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം സെയിം തന്നെയാണ്. നമുക്ക് വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു യു ആണ്. ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി തന്നെയാണ് വരുന്നത് മറ്റേതിനെ പോലെ. വർക്ക് ഡൺ കണ്ടുപിടിച്ചു. അതിൽ നിന്ന് കൈനറ്റിക് എനർജി നമ്മൾ ഹാഫ് റോ എ ബി ക്യൂബ് ആണെന്നറിയാം. അത് തമ്മിൽ ഡിവൈഡ് ചെയ്തു. വർക്ക് ഡണ്ണും കൈനറ്റിക് എനർജിയും തമ്മിൽ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എഫിഷ്യൻസി കിട്ടും. വർക്ക് ഡണ്ണും കൈനറ്റിക് എനർജിയും തമ്മിൽ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എഫിഷ്യൻസി കിട്ടും. ദെൻ ഫോർ മാക്സിമം കണ്ടീഷൻ വി ഹാവ് ടു ഇക്വേറ്റ് ദിസ് ടു 0. മാക്സിമം എഫിഷ്യൻസിക്ക് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് 0 കണ്ടുപിടിച്ചു. ഇക്വേറ്റ് ചെയ്ത് യു ഈക്വൽ ടു വി ബൈ 2 എന്ന് വന്നു. ആ വി ബൈ 2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ, അതായത് എഫിഷ്യൻസിയുടെ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്തു, വി ബൈ 2 യു ഈക്വൽ ടു വി ബൈ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് മാക്സിമം എഫിഷ്യൻസി. 50% ആണ്. The next question, give the comparison between impulse and reaction turbine. Impulse turbine example ആണ് നമ്മുടെ പൾട്ടൺ ടർബൈൻ. റിയാക്ഷൻ ടർബൈൻസിൻ്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ഫ്രാൻസിസ് ടർബൈനും കപ്ലാൻ ടർബൈനും. അതായത് ഇമ്പൾസ് ടർബൈൻ എന്ന് പറയുമ്പോൾ ഡയറക്റ്റായിട്ട് ഇമ്പിഞ്ച് ചെയ്ത് വന്ന് ജെറ്റ് ഓഫ് ഫ്ലൂയിഡ് വന്ന് ഇമ്പിഞ്ച് ചെയ്തത് കൊണ്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഇമ്പൾസ് ഫോഴ്സ്. അതായത് കൈനറ്റിക് എനർജി ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് ബീങ് കൺവേർട്ടഡ് ഇൻ ടു ദ കൈനറ്റിക് എനർജി ഓഫ് ദാറ്റ് ഫ്ലൂയിഡ് ഈസ് ബീങ് കൺവേർട്ടഡ് ടു ദ റൊട്ടേഷണൽ മോഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അത് പൊട്ടൻഷ്യൽ എനർജി ആയിരുന്നു ലിക്വിഡിനുണ്ടായിരുന്നത്. ആ പൊട്ടൻഷ്യൽ എനർജി എന്തെങ്കിലും കൈനറ്റിക് എനർജി ഓഫ് ദ ലിക്വിഡ് ജെറ്റ് ആയി ബൈ യൂസിങ് ദ നോസിൽ ഉപയോഗിച്ചിട്ട് കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ കൈനറ്റിക് എനർജി യൂസ് ചെയ്ത് റൺ ചെയ്യുന്ന ടർബൈൻസിനെയാണ് നമ്മൾ പറയുന്നത് പൾട്ടൺ ടർബൈൻ അല്ലെങ്കിൽ ഇമ്പൾസ് ടർബൈൻ എന്ന് പറയുന്നത്. ഇമ്പിൻ ചെയ്യുന്ന ഫോഴ്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ടർബൈൻ. ദെൻ റിയാക്ഷൻ ടർബൈൻ എന്ന് പറയുന്നത് പ്രഷർ ഡിഫറൻസ്, ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും വളരെ ഹൈ പ്രഷർ ഫ്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രഷർ ഡിഫറൻസ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ടർബൈൻസാണ് reaction technique. അപ്പോൾ ഇത് ആ കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. The water strikes the buckets with kinetic energy. The water glides over the runner blades with pressure energy. Then pressure of water remains constant throughout its motion. Pressure of water reduces as the water flows through the runner. Water initially flows through the stationary nozzle. Before striking the buckets, water is initially guided by the guide blades and then reaches the moving runner blades. Water is admitted over the circumference of the wheel. Water is admitted over the entire circumference of the runner. Then second last one, flow can be regulated. Flow can be regulated, flow cannot be regulated. ഇമ്പൾസ് ടർബൈനിൽ നമുക്ക് ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ കഴിയും. റിയാക്ഷൻ ടർബൈനിൽ നമുക്ക് ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ കഴിയില്ല. ദെൻ ഇമ്പൾസ് ടർബൈനിൽ നമുക്ക് ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ആവശ്യമില്ല. റിയാക്ഷൻ ടർബൈനിൽ നമുക്ക് ഡ്രാഫ്റ്റ് ട്യൂബിൻ്റെ ആവശ്യം ഉണ്ട്. കാരണം നമുക്ക് ഔട്ട്ലെറ്റ് വരുന്ന ഫ്ലൂയിഡിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, അത് അറ്റ്മോസ്ഫിയർ പ്രഷറിന് താഴെയായിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബ് യൂസ് ചെയ്യുന്നത്. നോട്ട് ടു ഇൻക്രീസ് ദ പ്രഷർ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ വി വിൽ ബി യൂസിങ് draft tubes which are having gradually increasing cross sectional area. Okay, next question, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ പാർട്ട് ബി ആണ്. അതായത് എ പെൽട്ടൺ വീൽ ഹാവിംഗ് എ മീൻ ബക്കറ്റ് ഡയമീറ്റർ ഓഫ് 1.2 meter is running at 1000 rpm. The net head on the Pelton wheel is 840 meter. If the side clearance angle is 15 degree and discharge through the nozzle is 0.12 meter cube per second, determine power available at the nozzle, hydraulic efficiency of the turbine. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളൊരു പെൽട്ടൺ വീലാണ് വിച്ച് ഈസ് ഹാവിങ് എ മീൻ ഡയമീറ്റർ ഓഫ് ബക്കറ്റ് ഡയമീറ്റർ 1.2 meter ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് RPM, റൊട്ടേഷൻസ് പെർ മിനിറ്റ് ഈസ് 1000 rpm. The net head on the Pelton wheel is 840 meter.
പെൽറ്റൺ വീലിൽ അവൈലബിൾ ആയിട്ടുള്ള നെറ്റ് ഹെഡ് എന്ന് പറയുന്നത് 840 മീറ്റർ ആണ്. ദെൻ വിത്ത് സൈഡ് ക്ലിയറൻസ് ആംഗിൾ ഈസ് 15 ഡിഗ്രി. സൈഡ് ക്ലിയറൻസ് ആംഗിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഇൻലെറ്റ് ബ്ലേഡ് ആംഗിൾ ആണ്. അപ്പോൾ ദാറ്റ് ഈസ് 15 ഡിഗ്രി. അപ്പോൾ ഈ ഗിവൺ ഡേറ്റാസ് എല്ലാം നമ്മളെടുത്ത് എഴുതാം. ഓക്കെ. ദെൻ ഡിസ്ചാർജ് ലാസ്റ്റ് നിൽക്കുന്ന ഡിസ്ചാർജാണ് 0.12 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ദെൻ നമ്മൾ കണ്ടുപിടിക്കേണ്ട പവർ അവൈലബിൾ ആയിട്ട് നോസിലും ഹൈഡ്രോളിക് എഫിഷ്യൻസിയാണ്. ഓക്കെ, പവർ അവൈലബിൾ ആയിട്ട് നോസിലും ഹൈഡ്രോളിക് എഫിഷ്യൻസിയാണ്. അപ്പോൾ പവർ അവൈലബിൾ ആയിട്ട് നോസിൽ എന്ന് പറയുമ്പോൾ WH/1000 ആണ്. WH/1000 അതായത് ρQ/GH/1000. ഈ ഇക്വേഷൻ ജനറലൈസ് ഇക്വേഷൻ ആയിരിക്കും നമുക്ക് എടുക്കുന്നത് നല്ലത്. W എന്ന് പറയുമ്പോൾ ρQG ആണെന്നുള്ള അറിയാം. വെയിറ്റ് എന്ന് പറയുന്നതാണ് W. അത് വെച്ചിട്ട് ρQG × H/1000 ആണ് പവർ. അപ്പോൾ 1000 × 9.81 ക്യൂവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ക്യൂവിൻ്റെ വാല്യൂ is equal to 0.12 മീറ്റർ ക്യൂബ്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, പവർ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ഇക്വേഷനാണ്. ദെൻ പിന്നീട് എന്താണ് ഹൈഡ്രോളിക് എഫിഷ്യൻസി ഓഫ് ദ ടർബൈൻ. ഹൈഡ്രോളിക് എഫിഷ്യൻസി ഓഫ് ദ ടർബൈൻ്റെ ഇക്വേഷനാണ്. പെൽറ്റൺ ടർബൈൻ്റെ ഹൈഡ്രോളിക് എഫിഷ്യൻസിയുടെ ഇക്വേഷനാണ് ഇത്. 2 × V1 - U × 1 + cos ∅ × U / V1². അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തൊക്കെ വേണം? ഫൈ തന്നിട്ടുണ്ട്. സൂം ഔട്ട് ചെയ്യാം. ഓക്കെ, ഫൈ തന്നിട്ടുണ്ട്. V1ഉം U ഒന്നും തന്നിട്ടില്ല. അതിന് പകരം നമുക്ക് ഡയമീറ്റർ തന്നിട്ടുണ്ട്, സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡയമീറ്റർ സ്പീഡ് തന്നിട്ടുണ്ടെങ്കിൽ U കണ്ടുപിടിക്കാം. πdn/60 വെച്ചിട്ട് കഴിഞ്ഞാൽ U കണ്ടുപിടിക്കാം. V1 = എന്താണ്? CV × √2GH. CV × √2GH. CV തന്നിട്ടില്ല, CV മെൻഷൻ ചെയ്തിട്ടില്ല അതിനകത്ത്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുക 1 ആയിട്ട് എടുത്ത് അസ്യൂം ചെയ്ത് CV മാക്സിമം എന്നുള്ള കണ്ടീഷൻ. എന്നിട്ട് √2GH. H തന്നിട്ടുണ്ട്, G അറിയാം. അത് വെച്ചിട്ട് നമുക്ക് V1 കിട്ടി, ജെറ്റ് വെലോസിറ്റി. CV നോർമലി തരും. ഇൻ കേസ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 1 ആയിട്ട് അസ്യൂം ചെയ്യുക. മാക്സിമം കണ്ടീഷൻ എന്ന് വെച്ചിട്ടാണ് നമ്മൾ CV 1 എടുക്കുന്നത്. ദെൻ അതിൽ നമ്മൾ ഹൈഡ്രോളിക് എഫിഷ്യൻസിയും കണ്ടുപിടിച്ചു. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ടെണ്ണം കണ്ടുപിടിക്കുക, പവറും ഹൈഡ്രോളിക് എഫിഷ്യൻസിയും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ആൻ ഇൻവേർട്ട് ഫ്ലോ റിയാക്ഷൻ ടർബൈൻ ഹാസ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഡയമീറ്റേഴ്സ് ആസ് 0.9 meter and 0.45 meter respectively. The turbine is running at 200 rpm and the width of the turbine at inlet is 0.2 meter. The velocity of flow through the runner is constant and is equal to 1.8 meter per second. The glide blades make an angle of 10 degree to the tangent of the wheel and discharge at the outlet of the turbine is radial. Draw the inlet and outlet velocity triangle and determine relative velocity at inlet, runner blade angle, width of the runner at outlet, head at inlet of the turbine, power developed, hydraulic efficiency of the turbine. അപ്പോൾ നമുക്കൊരു ഇൻവേർട്ട് ഫ്ലോ റിയാക്ഷൻ ടർബൈൻ ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, വെലോസിറ്റി ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചിട്ടുള്ളതാണ്. V1 ആണ് ആദ്യമേ ജെറ്റ് വെലോസിറ്റി, അത് കഴിഞ്ഞിട്ട് വേൾഡ് വെലോസിറ്റി, ഫ്ലോ വെലോസിറ്റി, ഇത് തമ്മിൽ വരുന്നതാണ് റിലേറ്റീവ് വെലോസിറ്റി. ഏതൊക്കെയാണ് റിലേറ്റീവ് വെലോസിറ്റി? ഏതൊക്കെയാണ്? V1ഉം Uവും കൂടി ചേർന്നിട്ട് വരുന്നതാണ് VR1 റിലേറ്റീവ് വെലോസിറ്റി. അതാണ് ഇൻലെറ്റ് സൈഡിലുള്ള വെലോസിറ്റി ട്രയാങ്കിൾ. ഔട്ട്ലെറ്റ് സൈഡിലുള്ള വെലോസിറ്റി ട്രയാങ്കിളിന് പുറത്തേക്ക് ആദ്യം വരുന്ന VR2 ആയിരിക്കും. ദെൻ ഫ്ലോ വെലോസിറ്റി VF2 പെർപെൻഡിക്കുലർ ആയിട്ട് വരും. അത് തമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ് എന്ത്? U2. അപ്പോൾ ഇതാണ് ഡയഗ്രാം. ഓക്കെ, ഇത് 90 ഡിഗ്രി ആയതുകൊണ്ടാണ് റിയാക്ഷൻ ടർബൈൻ്റെ ഔട്ട്ലെറ്റ് നമ്മൾ 90 ഡിഗ്രി ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാം. വേൾഡ് വെലോസിറ്റി ഇവിടെ 0 ആയിരുന്നു, വേളില്ല. VR2 will be equal to V2 will be VF2 will be equal to V2. VF2 V2 സെയിം വരും, കാരണം VW2 ഇല്ല. ഓക്കെ, ഇതിൻ്റെ ടാൻജൻറ്റിന് ഈ ടാൻജൻറ്റിന് പാരലായിരിക്കും ഇവിടെ, അപ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും VF2 വരിക. ബ്ലേഡിൻ്റെ ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് വി നീഡ് ടു നോ ദ ഇക്വേഷൻസ് പക്ക തറവായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, എല്ലാ ഇക്വേഷൻസും അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനകത്ത് ആദ്യമേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് റിലേറ്റീവ് വെലോസിറ്റി അറ്റ് ഇൻലെറ്റ് ആണ്. റിലേറ്റീവ് വെലോസിറ്റി VR1 ആണ്. അപ്പോൾ VR1 അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പല മെത്തേഡിൽ കണ്ടുപിടിക്കാം. നമുക്കിപ്പോൾ തീറ്റ അറിയാമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് തീറ്റ അറിയില്ല. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്താണ്? D1 അറിയാം, D2 അറിയാം, സ്പീഡ് അറിയാം, വിഡ്ത്ത് അറ്റ് ഇൻലെറ്റ് V1 അറിയാം, വിഡ്ത്ത് ഇൻലെറ്റിലുള്ള വിഡ്ത്ത്, വെലോസിറ്റി ഓഫ് ഫ്ലോ അറിയാം, VF1 = VF2, ഫ്ലോ വെലോസിറ്റി സെയിം ആണ്. ഗേറ്റ് ബ്ലേഡ് ആംഗിൾ ആൽഫ അറിയാം, ഇൻലെറ്റ് ജെറ്റിൻ്റെ ആംഗിൾ ആൽഫ. ദെൻ ഫ്ലോ ഈസ് റേഡിയൽ അറ്റ് എക്സിറ്റ് നമ്മൾ പറഞ്ഞ കണക്ക് ബീറ്റ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇത് 90 ഡിഗ്രി വരും.
പെർപെൻഡിക്കുലറായിട്ടായിരിക്കും എക്സിറ്റ് വരുന്നത്. അതായത് ഈ ടാൻജൻറ്റിന് പാരലായിട്ടായിരിക്കും ഇവിടെ വരുന്നത്, അതിന് പെർപെൻഡിക്കുലറായിട്ടായിരിക്കും ഈ VF2 വരുന്നത്. സോ VW2 = 0. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് റിലേറ്റീവ് വെലോസിറ്റി റിലേറ്റീവ് വെലോസിറ്റി അറ്റ് ഇൻലെറ്റ് ആണ്, VR1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യും. VF1 ഉണ്ട്, പിന്നെ നമുക്ക് VW1 അറിയാമോ? VW1 തന്നിട്ടുണ്ട്. വേൾഡ് വെലോസിറ്റി അറ്റ് ഇൻലെറ്റ് തന്നിട്ടില്ല. നമുക്ക് ഡയമീറ്റർ അറ്റ് ഇൻലെറ്റ് തന്നിട്ടുണ്ട്, സ്പീഡും തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് U1 കണ്ടുപിടിക്കാം, πdN/60. ഓക്കെ, ദെൻ പിന്നീട് ഏത് ഡേറ്റ തന്നേക്കുന്നത്? ആൽഫ തന്നിട്ടുണ്ട് അല്ലേ? ആൽഫ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട VR1 ആണ്. VR1 കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രയാങ്കിളിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ VF1² വേണം, ഈ സൈഡ് സ്ക്വയർ വേണം. അപ്പോൾ ഈ സൈഡ് വേണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് VW1 - U1 ആണ്. VW1 - U1 എന്ന് പറയുമ്പോൾ V1 സൈൻ ആൽഫയാണ് നമ്മളുടെ VF1. V1 സൈൻ ആൽഫ എടുത്തു കഴിഞ്ഞാൽ V1 സൈൻ ആൽഫയാണ് എന്ത്? VF1. അപ്പോൾ നമുക്ക് VF1 ഓൾറെഡി തന്നിട്ടുണ്ട്, ആൽഫയും തന്നിട്ടുണ്ട്. അതിന് നമുക്ക് V1 കണ്ടുപിടിച്ചൂടെ? ശ്രദ്ധിച്ച് കേൾക്കുക, VF1 തന്നിട്ടുണ്ട്, ആൽഫ അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് V1 കണ്ടുപിടിച്ചൂടെ? കാരണം V1 സൈൻ ആൽഫയാണ് VF1. അതിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കാം? V1 കണ്ടുപിടിക്കാം. V1 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെടുത്താൽ മതി? കോസ് ആൽഫ = അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ VW1 കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ VW1ഉം U1ഉം അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡ് കണ്ടുപിടിക്കാൻ പറ്റും. VW1 - U1 എടുക്കാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ച് VR1 കണ്ടുപിടിക്കാം. അതാണ് അവിടെ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ U1 ആദ്യമേ കണ്ടുപിടിച്ചു. അതിനുശേഷം അവരെന്ത് ചെയ്തു? R1 എന്ന് പറയുന്ന സ്ക്വയർ റൂട്ട് ഓഫ് VF1² + VW1 - U1 ഹോൾ സ്ക്വയർ. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? എന്താ V1 സൈൻ ആൽഫ വെച്ചിട്ട് VF1 കണ്ടുപിടിച്ചു. അതിൽ നിന്ന് V1 കണ്ടുപിടിക്കാൻ പറ്റും. VF1 തന്നിട്ടുണ്ട്, അതിൽ നിന്ന് V1 കണ്ടുപിടിക്കാൻ പറ്റും. V1 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ VW1 എടുക്കാം. VW1 = V1 കോസ് ആൽഫയാണ്. അത് വെച്ചിട്ട് VW1 കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ ഈ ഇക്വേഷൻ പൈതഗോറസ് തിയറം വെച്ചിട്ട് VR1 കണ്ടുപിടിച്ചു. ദെൻ ഞാൻ അടുത്ത് പറഞ്ഞേക്കുന്നത് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ റണ്ണർ ബ്ലേഡ് ആംഗിൾ. റണ്ണർ ബ്ലേഡ് ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയും ഫൈയും, ബ്ലേഡ് ആംഗിൾ സെറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്, തീറ്റയും ഫൈയും. ഓക്കെ, നമുക്ക് ആൽഫയും ബീറ്റയും മാത്രമേ ഉള്ളൂ. തീറ്റയും ഫൈയും കണ്ടുപിടിക്കാം. തീറ്റ, ഈ ആംഗിളാണ് തീറ്റ, ഇവിടുത്തെ ആംഗിളാണ് എന്ത്? ഫൈ. തീറ്റയും ഫൈയും കണ്ടുപിടിക്കും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക? തീറ്റ എന്ന് പറയുമ്പോൾ ടാൻ തീറ്റ = ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? തീറ്റ കണ്ടുപിടിക്കാം. നമ്മൾ ഓൾറെഡി VF1 കണ്ടുപിടിച്ചിട്ടുണ്ട്, പിന്നെ VW1 - U1 കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് തീറ്റ കണ്ടുപിടിക്കാൻ കഴിയും. പിന്നെ ഫൈ എന്ന് പറയുമ്പോൾ ടാൻ ഫൈ = ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് VF2, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് U2 നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. VF2 നമുക്കറിയാം. VF2 = എന്താണ്? VF1 തന്നെയാണ്. അതിൽ നിന്ന് നമുക്ക് ടാൻ ഫൈയും കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്തത് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? വിഡ്ത്ത് ഓഫ് ദ റണ്ണർ അറ്റ് ഔട്ട്ലെറ്റ്. B2 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. നമുക്ക് B1 തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യന് B1 തന്നിട്ടുണ്ട്, D1 തന്നിട്ടുണ്ട്, D2 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഡിസ്ചാർജ് = πd1 B1 BF1 which is equal to πd2 B2 BF2. അപ്പോൾ അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ ചെയ്തിട്ടുണ്ട്. πd1 B1 BF1 = πd2 B2 BF2. അതിന് D1 അറിയാം നമുക്ക്, B1 അറിയാം നമുക്ക്, D2 അറിയാം നമുക്ക്, B2 കണ്ടുപിടിക്കണം. അതിന് B2 കിട്ടും. ദെൻ ലാസ്റ്റ് ഹെഡ് അറ്റ് ഇൻലെറ്റ്, ലാസ്റ്റ് അല്ല, നാലാമത്തെ ക്വസ്റ്റ്യൻ. ഹെഡ് അറ്റ് ഇൻലെറ്റ് ഓഫ് ദ ടർബൈൻ. ഇൻലെറ്റിലുള്ള ഹെഡ് എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് നമുക്ക് RPM, ഫ്ലോ റേറ്റ്, ഓക്കെ, ഇത് നമ്മൾ ഹെഡിൻ്റെ ഒരു ജനറൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് H = BW1 U1/G + V2² / 2G എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും നോക്കണ്ട, ഈ സൈഡ് നോക്കണ്ട. നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ
ഈ താഴെ കാണുന്ന ഇക്വേഷൻ നമ്മൾ പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് VW1U1/G പ്ലസ് V2²/2G. ഇത് കൈനറ്റിക് എനർജി, അതായത് നമ്മൾ ടോട്ടൽ ഹെഡ് ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറിയെന്ന് നമുക്ക് ടോട്ടൽ ജനറേറ്റ് ചെയ്യുന്ന ഹെഡ് എന്തായിട്ട് മാറിയെന്ന് കൈനറ്റിക് എനർജി ഓഫ് ദ ഫ്ലോയിങ് ഫ്ലൂയിഡ്, പുറത്തേക്ക് ഒഴുകുന്ന ഫ്ലൂയിഡിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ടും പിന്നെ കൈനറ്റിക് എനർജി ഹെഡായിട്ടും, ഹെഡിൻ്റെ ടേമിലാണ് ഇത് പറഞ്ഞേക്കുന്നത്. അതാണ് ½ mv² നമുക്ക് കൈനറ്റിക് എനർജി. അപ്പോൾ പുറത്തേക്ക് ഒഴുകുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ½ mv². അപ്പോൾ നമ്മൾ ഹെഡിൻ്റെ ടേമിൽ പറയുമ്പോൾ V2²/2G. ഓക്കെ, അങ്ങനെയാണ് ഇത് വന്നത്. അത് പ്ലസ് എന്താണ്, ഇത് ഹെഡ് ജനറേറ്റഡ് ഇൻ ദ ടർബൈനകത്ത് ജനറേറ്റ് ചെയ്ത ഹെഡ്. അതായത് നമ്മൾ ഒഴുകുന്ന വെള്ളം മുകളിൽ നിന്ന് നമ്മുടെ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം എന്തായിട്ടൊക്കെയാണ് അതിൻ്റെ എനർജി എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത്. ഒന്ന് ടർബൈനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി ഹെഡായിട്ടും പിന്നീട് ടർബൈനകത്ത് ജനറേറ്റ് ചെയ്യുന്ന പവർ ഹെഡായിട്ട്. അപ്പോൾ ഇത് രണ്ടിൻ്റെ കൂടെ സംഭവമാണ് നെറ്റ് ഹെഡ് അവൈലബിൾ ഫോർ ദ ടർബൈൻ. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യുക. ഇത് നോക്കണ്ട, ഇത് നമ്മൾ പഠിപ്പിച്ചത് ഇത് വെച്ചിട്ടായിരുന്നു, ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് സോൾവ് ചെയ്തിട്ടാണ് ഇത് കിട്ടുന്നത്. ഇത് നോക്കിയാൽ മതി, ഡയറക്റ്റ് ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ടോട്ടൽ ഹെഡ് ഇസ് ഈക്വൽ ടു എന്താണ്, VW1U1/G, അതായത് വർക്ക് ഡണിൻ്റെ ഹെഡ് അല്ലെങ്കിൽ പവർ ഹെഡ് പ്ലസ് ഏതാ പുറത്തേക്ക് എഴുതുന്ന ഫ്ലൂയിഡിൻ്റെ ഹെഡ്, വെലോസിറ്റി കൈനറ്റിക് എനർജി ഹെഡ്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ടോട്ടൽ ഹെഡ് കിട്ടും. അത് ആ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കണം, അത് പെട്ടെന്ന് കിട്ടില്ല. ദെൻ പവർ ഡെവലപ്ഡ് ആണ് VW1U1. അതിൻ്റെ ഹെഡിൻ്റെ ടേമിൽ പറഞ്ഞാൽ VW1U1/G. നമ്മൾ ഇതിൻ്റെ ടേമിൽ പറയുമ്പോൾ ഹെഡിൻ്റെ ടേമിലല്ല, നമ്മൾ പവറിൻ്റെ ടേമിൽ തന്നെ പറയുന്നത് ρQ × VW1U1/1000 കൊടുക്കുന്നത് ഇത്രയേ ഉള്ളൂ. വാട്ട്സിലേക്ക് കിലോ വാട്ട്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് 1000 കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ρQ × VW1U1 എടുത്താൽ മതി. ρQ എന്ന് പറയുമ്പോൾ എന്താണ്, ρQ എന്ന് പറയുന്നത് മാസ്. ഓക്കെ, മാസിന് പകരം നമ്മൾ ρQ എടുക്കുന്നത് VW1U1. അത് ചെയ്ത് കഴിഞ്ഞാൽ പവർ അല്ലെങ്കിൽ വർക്ക് ഡൺ പെർ സെക്കൻഡ് തന്നെയാണ് പവർ. ρQ × VW1U1 നമ്മൾ ഇക്വേഷൻ നമ്മൾ നോർമലി പറയുന്നത് VW1U1 - VW2U2 എന്നുള്ള രീതിയിലാണ്. ഇവിടെ VW1U1 മാത്രമേ വരുന്നുള്ളൂ നമുക്ക്, കാരണം VW2 0 ആയിപ്പോൾ ഈ കേസിൽ, റിയാക്ഷൻ ടർബൈൻ്റെ കേസിൽ VW2 0 ആയതുകൊണ്ടാണ് നമ്മൾ ρQ × VW1U1 മാത്രം വരുന്നത്. ജനറൽ ഇക്വേഷൻ ρQ × VW1U1 - VW2U2 ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് Q അറിയില്ല. Q = πD1 V1 VF1 വെച്ചിട്ട് നമുക്ക് D1 അറിയാം, B1 അറിയാം, VF1 അറിയാതെ വെച്ചിട്ട് Q കണ്ടുപിടിക്കാൻ പറ്റും. അതിൽ നമുക്ക് പവർ കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ഹൈഡ്രോളിക് എഫിഷ്യൻസി ലാസ്റ്റ് കണ്ടുപിടിക്കേണ്ട ഹൈഡ്രോളിക് എഫിഷ്യൻസി ദാറ്റ് ഈസ് ഈക്വൽ ടു VW1U1/GH. ഓക്കെ, അതിന് നമുക്ക് ഹൈഡ്രോളിക് എഫിഷ്യൻസി കിട്ടും. നെക്സ്റ്റ് തിയറി ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് കാവിറ്റേഷൻ, ഓൺ വാട്ട് ഫാക്ടേഴ്സ് ഡസ് കാവിറ്റേഷൻ ഇൻ വാട്ടർ ടർബൈൻസ് ഡിപ്പെൻഡ്. എന്താണ് കാവിറ്റേഷൻ? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള തിയറിയാണ് കാവിറ്റേഷൻ എന്താണെന്നുള്ളത്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ്, on what factors does the cavitation in water turbines depend? എന്തൊക്കെ ഫാക്ടേഴ്സാണ് കാവിറ്റേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ഒരു വേപ്പർ പ്രഷറിന് താഴെ ലിക്വിഡിൻ്റെ പ്രഷർ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ഫ്ലോയിങ് ഫ്ലൂയിഡിനകത്ത് വേപ്പർ പ്രഷറിന് താഴെ പോവുകയാണ്, ആ ലിക്വിഡിൻ്റെ പ്രഷർ വേപ്പർ പ്രഷറിന് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൽ തന്നെ അത് എന്ത് ചെയ്യാം, ബോയിൽ ചെയ്യാൻ തുടങ്ങും. ഈ ഫിനോമിനയാണ്. അപ്പോൾ ഇങ്ങനെ ബോയിൽ ചെയ്യുമ്പോൾ ബബിൾസ് ഫോം ചെയ്യുമല്ലോ. ഈ ബബിൾസ് എന്ത് ചെയ്യും? ലോ പ്രഷർ ഏരിയയിൽ സഞ്ചരിച്ച് ഹൈ പ്രഷർ ഏരിയയിൽ ചെന്നിട്ട് അത് ബേസ്റ്റ് ചെയ്യും. അത് ബേസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡാമേജസ്, ഇതിന് ഈ ഒരു ഫിനോമിന മൊത്തത്തിൽ പറയുന്ന പേരാണ് എന്ത്? കാവിറ്റേഷൻ. സോ കാവിറ്റേഷൻ ഈസ് ദ ഫോർമേഷൻ ഓഫ് വേപ്പർ ബബിൾസ് ഇൻ ദ ലിക്വിഡ് ഫ്ലോയിങ് ത്രൂ എ ഹൈഡ്രോളിക് മെഷീൻസ്. ഈ ഡെഫിനിഷൻ അല്ല, നമ്മൾ തന്ന ഡെഫിനിഷൻ പഠിക്കണം. അത് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നില്ല, ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു. കാവിറ്റേഷൻ ഒക്കേഴ്സ് ഇൻ ദ സ്റ്റാറ്റിക് പ്രഷർ ഓഫ് ദ ലിക്വിഡ് ഫോൾസ് ബിലോ ഇറ്റ്സ് വേപ്പർ പ്രഷർ. കാവിറ്റേഷൻ ഈസ് മോസ്റ്റ് ലൈക്ലി ടു occur near the fast moving blades of the turbines and in the exit region of the turbines. Turbines should be properly designed to avoid cavitation with various consequences. എന്നൊക്കെ പറഞ്ഞു നമ്മൾ തന്നത് പഠിച്ചാൽ മതി കേട്ടോ, ഈ നോട്ട്സ് പഠിക്കേണ്ട. Cavitation depends upon the following factors: vapor pressure and temperature of the water, then mean sea level of the turbine insulation and atmospheric pressure, then pressure and velocity of the water at the run. Okay, ഇപ്പോൾ കാവിറ്റേഷൻ്റെ ഫാക്ടേഴ്സും നമ്മൾ കുറേ ഫാക്ടേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പഠിച്ചാൽ മതിയാവും, നോട്ട്സിൽ നിന്നുള്ളത് പഠിക്കുക. Then a turbine is to operate under a head of 25 meter and 200 rpm. The discharge is 9 meter cube per second. If the overall efficiency is 90%, determine power generated, specific speed of the turbine, type of the turbine. നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് ഏത് ടർബൈൻ ആണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ടർബൈൻ ഈസ് ടു ഓപ്പറേറ്റ്, നമ്മൾ അതിൻ്റെ കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഹെഡ് തന്നിട്ടുണ്ട് 25 മീറ്റർ, ഗിവൺ ഡേറ്റ എന്ന് പറയുന്നത് ഹെഡ് 25 മീറ്റർ,
അതിൻ്റെ റൊട്ടേഷണൽ RPM 200 RPM, ഡിസ്ചാർജ് Q = 9 meter cube per second, ഓവറോൾ എഫിഷ്യൻസി 90% ആണ്, 0.9 ആയാലും. കണ്ടുപിടിക്കേണ്ടത് പവർ ജനറേറ്റഡ്, സ്പെസിഫിക് സ്പീഡ് ഓഫ് ദ ടർബൈൻ, ടൈപ്പ് ഓഫ് ദ ടർബൈൻ, ഏത് ടൈപ്പ് ടർബൈൻ ആണെന്നുള്ളത്. പവർ ജനറേറ്ററിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ρQgh ആണ് ഇൻറ്റു എഫിഷ്യൻസി ചെയ്യുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത് ρQgh വരും. അപ്പോൾ നമ്മൾ ഷാഫ്റ്റ് പവർ വരുമ്പോൾ ഓവറോൾ എഫിഷ്യൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നത്. ഫൈനലി നമുക്ക് പവർ ഡെവലപ്മെൻറ്റേക്ക് വാല്യൂ കിട്ടും. സ്പെസിഫിക് സ്പീഡ് =N√P/H⁵4. അതിൻ്റെ ഇക്വേഷൻ അറിയാലോ, അത് നമുക്ക് സ്പെസിഫിക് സ്പീഡ് കണ്ടുപിടിക്കാൻ കഴിയും. ദെൻ ടൈപ്പ് ഓഫ് ദ ടർബൈൻ, സ്പെസിഫിക് സ്പീഡിൻ്റെ വാല്യൂ അനുസരിച്ചാണ് നമ്മൾ ഏത് ടൈപ്പ് ടർബൈൻ ആണെന്നുള്ളത് പറയുന്നത്. ഓക്കെ, അത് സ്പെസിഫിക് സ്പീഡ് കണ്ടുപിടിച്ചതിന് ശേഷം